ഇപ്പം നമ്മൾ നടന്നു പോകുന്നത് വാളയാർ ബോർഡർ പാസ് ചെയ്തിട്ടാട്ടോ. അപ്പോൾ തമിഴ്നാട്ടിലേക്ക് കയറി ബോർഡർ പാസ് ചെയ്യുന്ന കറക്റ്റ് ആ പാലത്തിൽ വെച്ചിട്ടാണ് ഇപ്പോൾ ഈ ആക്സിഡൻ്റ് ഉണ്ടായത്. സംഭവിച്ചേ ഉള്ളൂ, സംഭവിച്ചിട്ട് സെക്കൻഡുകളായിട്ടേ ഉള്ളൂ കേട്ടോ. പക്ഷേ നിമിഷ നേരം കൊണ്ട് തന്നെ വഴി കംപ്ലീറ്റ് ബ്ലോക്ക് എന്ന് പറഞ്ഞ പോലെ വെച്ചാൽ വലിയ വണ്ടികൾ ആണ് കൂടുതലും വന്നുകൊണ്ടിരുന്നത്. എവിടെയാണെങ്കിലും മാസ് പ്രകടനമാട്ടോ KSRTC കാഴ്ചവെക്കുന്നത്. KSRTC മുമ്പിൽ പാഞ്ഞു പോയി, ഒറ്റ ചവിട്ടി ഓട്ടി, പുറകെ വന്ന വണ്ടി ചവിട്ടിയിട്ട് കിട്ടിയില്ല. നേരെ കയറിയിരിക്കുന്ന ഭാഗം കാണും. ആ വെളുത്ത ഷർട്ട് ടേട്ടറാണ് അതിൻ്റെ ഡ്രൈവർ. എയർ ബാഗ് ഓപ്പണായി പുള്ളിയുടെ ജസ്റ്റിനൊക്കെ പെയിൻ ഉണ്ടെന്നാണ് പറഞ്ഞത്. ഈ കാണുന്ന വാളയാർ ബോർഡറിലാണ് ഇപ്പം നിലവിൽ ആക്സിഡൻറ്റ് പറ്റിയേക്കുന്നത്. ഈ വെള്ളം കിടക്കുന്നത് കേരളത്തിലാണ്, ഡാം നിൽക്കുന്നത് തമിഴ്നാടും. ചെറുവണ്ടികൾ ജസ്റ്റ് പാസ് ചെയ്ത് പോകും, വലിയ വണ്ടികൾ പോവില്ല. അതുകൊണ്ട് ഹൈവേ അതോറിറ്റിയുടെ ആൾക്കാരാണ് ഈ വന്നിരിക്കുന്നത്. അവരെങ്ങനെയെങ്കിലും സ്റ്റേഷനെ വിളിച്ച് പറഞ്ഞ് വണ്ടി ഒന്നെടുത്ത് മാറ്റാനുള്ള ശ്രമമോട്ടെ നടത്തിക്കൊണ്ടിരിക്കുന്നത്. അപ്പം ഡ്രൈവർ ചേട്ടൻ കയറിയിട്ട് നോക്കി, വണ്ടി സ്റ്റാർട്ട് ചെയ്തു. റിവേഴ്സ് ഇട്ട് നോക്കി കഴിഞ്ഞപ്പോഴത്തേക്കും വണ്ടിയുടെ ബാക്ക് പൊങ്ങുക. എന്നുവെച്ചാൽ കാറിടിച്ച് ബസ്സിൻ്റെ അടിയിൽ കയറിപ്പോയി. ഒരു രീതിയിലും വണ്ടി റിവേഴ്സ് എടുത്തിട്ട് പോരില്ല. അത് കാരണം കൊണ്ട് പുള്ളി വേണ്ടാന്ന് വെച്ചാൽ പുള്ളി ഇറങ്ങി. പിന്നെ ഹൈവേ അതോറിറ്റിയുടെ ഒരു ഉദ്യോഗസ്ഥനുണ്ടായിരുന്ന പുള്ളി കയറി, പുള്ളി സ്റ്റാർട്ട് ചെയ്ത് നോക്കി, മറ്റൊന്നും രക്ഷയില്ല. അവസാനം സ്റ്റേഷനെ വിളിച്ച് റോഡിൻ്റെ പൊസിഷനൊക്കെ മാർക്ക് ചെയ്തിട്ട് വണ്ടിയെടുത്ത് മാറ്റിയിട്ടോന്ന് പറഞ്ഞത് കൊണ്ട് KSRTC സ്റ്റാർട്ട് ചെയ്ത് എടുത്ത് മാറ്റാമെന്നുള്ളൊരു രീതിയിലേക്ക് ഒരു തീരുമാനത്തിലെത്തി. അങ്ങനെ KSRTC സ്റ്റാർട്ട് ചെയ്ത് മുന്നോട്ട് പയ്യെ എടുക്കാനുള്ളൊരു ശ്രമമൊക്കെ നടന്നുകൊണ്ടിരിക്കുന്നത്. അതിൽ 2 പേരുണ്ടായിരുന്നു. അപ്പം കാര്യമായിട്ട് പരിക്കുകളൊന്നുമില്ല. അത് തന്നെ വലിയ ഭാഗ്യം. സ്റ്റാർട്ട് ചെയ്ത് മുന്നോട്ട് മൂവ് ചെയ്യാനുള്ള ശ്രമത്തിനാണ്. ഇവിടെ അപകടം നടന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പോലീസുകാരൻ ഉടനെ വരില്ലെന്നാണ് കാണിച്ചിട്ട് നിന്ന് ചേട്ടനവിടുത്തെ ഓട്ടോ ഡ്രൈവറാണ് കാണിച്ചത് ചേട്ടൻ. അപ്പോൾ മനുഷ്യൻ പറഞ്ഞത് പ്രാവശ്യം ആക്സിഡൻറ്റ് നടന്ന ഒരാൾ അവിടെ മരിച്ചു പോയിട്ട് പോയി. പോലീസുകാർ വന്നത് മണിക്കൂറുകൾ കഴിഞ്ഞിട്ടാണ്. ഇപ്പോൾ 2 പോലീസും വന്ന പാത മളന്ന് നോക്കിയിട്ട് ആ ബോഡി എടുത്ത് മാറ്റിയാണ്. അതുപോലെ വളരെ സഹകരണ മനോഭാവമുള്ള പോലീസുകാരാണ് ഈ ഏരിയയിലുള്ളത്.